പതിവ് തെറ്റാതെ കൊല്ലം ശാസ്താംകോട്ടയിൽ വാനരന്മാർക്ക് ഓണസദ്യ നൽകി. ക്ഷേത്രത്തിലെ മുതിർന്ന വാനര നായകനായിരുന്ന സായിപ്പിന്റെ വിയോഗത്തെ തുടർന്ന് പൗത്രന്റെ നേതൃത്വത്തിൽ ക്ഷേത്രക്കുരങ്ങന്മാർ സദ്യ ഉണ്ട് ആഹ്ലാദിച്ചു. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ചന്തക്കുരങ്ങന്മാർക്ക് സദ്യ ഇനിയും അകലെയാണ്. ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്ര ഊട്ടുപുരയിൽ ഇലനിരത്തി വിഭവങ്ങൾ വിളമ്പി വാനരന്മാരെ വിളിക്കുകയാണ് പതിവ്. 101 കൂട്ടം കറികൾ വാനര ഭോജനശാലയിൽ സദ്യ തയ്യാറാക്കി വെച്ചു. സംഘത്തിലെ ഇപ്പോഴത്തെ മൂപ്പൻ സായിപ്പിന്റെ പിന്മുറക്കാരനായ ആന്ത്രുവിന്റെ നേതൃത്വത്തിൽ ചിങ്ങയ്യനും കുട്ടനും ലക്ഷ്മിയും വാലുമുറിയനും ഒറ്റക്കയ്യനും രാജയും പിന്നെ പടയപ്പയുമൊക്കെ ആദ്യമതിയിലെത്തിയിരുന്നു. നീലൻ വാനരനും വിടവാങ്ങിയതോടെ വാനരന്മാരെ നിരീക്ഷിക്കാൻ ഇപ്പോൾ ആളില്ല. മൂപ്പൻ വന്നു. ഇവർക്ക് പിന്നാലെ മറ്റുള്ളവർ കൂടി തമ്മിൽ തല്ലിയും കലഹിച്ചും വാനരന്മാർ സദ്യ അലങ്കോലമായി. അതേസമയം സദ്യയ്ക്ക് മുമ്പേ വാനരപ്പട ഇക്കുറിയും ഏറ്റുമുട്ടിയിരുന്നു. തൂശനിലയിൽ ചോറ് വിളമ്പി പരിപ്പും പപ്പടവും അവിയലും തൊടുകറികളും പായസവുമായി മങ്കികളുടെ ഓണസദ്യ അങ്ങനെ കെങ്കേമമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടക്കുന്ന ചടങ്ങാണ് വാനരസദ്യ. MP അരവിന്ദക്ഷൻ നായരാണ് സദ്യ ഒരുക്കുന്നത്. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാർ ഏതാണ്ട് ത്രേതായുഗ കാലഘട്ടം മുതൽ ഇവിടെ അന്തേവാസികളാണ്. ക്ഷേത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ ഏകദേശം 50 വർഷത്തിലേറെയായി ഇവിടെ ഉത്രാട സദ്യ നടത്തുന്നുണ്ട്. കാര്യം നമ്മൾ ഓണം വളരെ വിഭവസമൃദ്ധമായി ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മോട് ഇണങ്ങിച്ചേർന്ന് നമ്മളിൽ ഒന്നായിട്ട് കാണുന്ന വാനരന്മാർ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കടകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നി ഒരു സദ്യ ഉത്രാട ദിവസം നടത്തണമെന്ന് തോന്നി അന്ന് തൊട്ട് ഇത് നടത്തി വരുന്നു. ഇപ്പോൾ ശാസ്താംകോട്ട ക്ഷേത്രത്തിനകത്ത് 100-ൽ താഴെ വാനന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ മുൻപുണ്ടായിരുന്ന സായിപ്പ് ഇവിടുത്തെ വാനന്മാരുടെ ഒരു തലവനായിരുന്നു. ആ സായിപ്പിൻ്റെ സന്തതി പരമ്പരകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവരെ പ്രത്യേകം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും സായിപ്പിൻ എന്ന് അവരെ സായിപ്പിനെ വിളിക്കാൻ തുടങ്ങിയ സായിപ്പ് മറ്റുള്ള കുരങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ട് കുറച്ച് ഉശിരും അതുപോലെ തന്നെ അതിൻ്റെ രോമങ്ങൾക്കുമൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ സന്തതി പരമ്പരകൾ ഇപ്പോഴുണ്ട്. അവരാണ് ഇപ്പോഴും ഇവിടുത്തെ കുരങ്ങുകളുടെ തലവന്മാരായിട്ട് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം ക്ഷേത്ര വാനരന്മാരുടെ ഊരു നിയമം പാലിക്കാത്ത വാനരന്മാർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചതോടെ പുറത്താക്കപ്പെട്ട കുരങ്ങന്മാർ ചന്തക്കുരങ്ങന്മാരുമായി ചേർന്ന് മറ്റൊരു സംഘം കൂടി രൂപീകരിച്ചു. പിളരുംതോറും വളരുമെന്ന് പറയുന്നത് പോലെ ചന്തക്കുരങ്ങന്മാർ 3 സംഘങ്ങളായി വളർന്നു. അംഗസംഖ്യ 500-ലെത്തി. ഈ സംഘങ്ങൾ തമ്മിൽ സംഘടനവും പതിവായി. വിവേചനമില്ലാതെ ചന്തക്കുരങ്ങന്മാർക്കും ഓണസദ്യ ഒരുക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടാണ് പ്രായം. അതേസമയം ക്ഷേത്രക്കുരങ്ങന്മാരുടെ എണ്ണം നാൾക്ക് നാൾ കുറഞ്ഞ് ഇപ്പോൾ 50-ൽ താഴെയായി. ഈ ഓണസദ്യ വാനരന്മാർക്കുള്ള ഓണസദ്യ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലേറെയായി. ഇനി എത്ര നൂറ്റാണ്ടായാലും ഇവിടുത്തെ നല്ല മനുഷ്യർ ഇതുപോലെയുള്ള വാനരന്മാർക്ക് സദ്യ തുടരുക തന്നെ ചെയ്യും. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.